Good morning, students. We are discussing about consumer cooperatives. The consumer cooperative societies are voluntary organizations of the consumers, which is organized or formed for providing pure and unadulterated consumer goods at cheaper prices. So, today we are discussing about some centrally sponsored schemes. In the wake of the Chinese aggression in 1962, it was considered necessary to build a large network of consumer cooperatives in order to ensure a fair and equitable distribution of consumer goods at reasonable prices. And necessary efforts were made by the government for organizing such consumer cooperative societies in a planned and systematic way. And the Government of India sponsored a number of schemes for accelerating the growth of consumers' cooperatives. So these are the various centrally sponsored schemes. Firstly, general public schemes for general public in the urban areas, and schemes for industrial workers of the public and private undertakings, and there is another scheme for government employees and a scheme for rural population. 1962 ചൈന ആക്രമണത്തിന് പുറകെയാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ എല്ലായിടത്തും ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന കൺസ്യൂമർ സ്റ്റോർസ് എല്ലാ മേഖലയിലും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി അതിൻ്റെ പർപ്പസ് എല്ലാ ആളുകൾക്കും എല്ലാ കൺസ്യൂമേഴ്സിനും ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ പ്രൈസിൽ ഗുഡ്സ് അവൈലബിൾ ആക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഗവൺമെൻറ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്ന സ്കീമിൽ ആദ്യത്തേതാണ് ദ സ്കീം ഫോർ ജനറൽ പബ്ലിക് ഇൻ അർബൻ ഏരിയാസ്. The scheme envisaged the organization of 200 wholesale stores in cities and towns having a population of 50,000 and above. പ്രധാനമായിട്ടും അർബൻ ഏരിയയിൽ, അതായത് സിറ്റീസിലും ടൗൺസിലും അറൗണ്ട് 50,000 മുകളിൽ പോപ്പുലേഷനുള്ള സിറ്റീസിലും ടൗൺസിലും ഒക്കെ ആണ് ഈ ഒരു സ്കീം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കൺസ്യൂമർ സ്റ്റോർ ഫോം ചെയ്യുമ്പോൾ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള നിബന്ധന എന്താണെന്ന് വെച്ചാൽ എ പ്രൈമറി സ്റ്റോർ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 100 മെമ്പേഴ്സ്. ഇങ്ങനെ ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ പ്രൈമറി തലത്തിൽ ഇങ്ങനെ ഒരു പ്രൈമറി സ്റ്റോർ ഫോം ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 100 മെമ്പേഴ്സെങ്കിലും ഉണ്ടായിരിക്കണം. ആൻഡ് ദി ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രൈമറി സ്റ്റോർ ഷുഡ് ഓൾസോ ബി ബ്രോട്ട് അണ്ടർ ദി പെർവ്യൂ ഓഫ് ദി സ്കീം വെറെവർ പോസിബിൾ. നിലവിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രൈമറി തലത്തിലുള്ള കോപ്പറേറ്റീവ് സ്റ്റോർസ് ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ പറയുന്ന കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോറിൻ്റെ പെർവ്യൂവിൽ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു മറ്റൊരു നിർദ്ദേശം. ആൻഡ് ദി ടോട്ടൽ ഔട്ട്ലേ ഓഫ് റുപ്പീസ് 10 crores വാസ് പ്രൊവൈഡഡ് ഫോർ ദി പർപ്പസ് ഇൻ ദി സെൻട്രൽ സെക്ടർ. അപ്പോൾ സെൻട്രൽ സെക്ടർ ഇത്തരത്തിൽ മൊത്തം ഈ ഒരു സ്കീമിന് വേണ്ടിയിട്ട് അറൗണ്ട് 10 കോടി വരെ അവർ ചെലവഴിക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ പ്രൈമറി സ്റ്റോറുകൾ മാത്രമല്ല, ആസ് ആൻ ഓൾട്ടർനേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർസും ഏകദേശം 20 റീറ്റെയിൽ ബ്രാഞ്ചസ് ഉള്ള അവരുടെ ജൂറിസ്ഡിക്ഷനിൽ 20 റീറ്റെയിൽ ബ്രാഞ്ചസ് എങ്കിലും ഉള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഹോൾസെയിൽ കൺസ്യൂമർ സ്റ്റോർസും എസ്റ്റാബ്ലിഷ് ചെയ്യുകയുണ്ടായി. അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ, അർബൻ ഏരിയയിലുള്ള ആളുകൾക്ക് വളരെ ചീപ്പർ ആൻഡ് ഫെയർ പ്രൈസിൽ ഗുഡ്സ് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള സ്കീമാണ് സ്കീം ഫോർ ജനറൽ പബ്ലിക് ഇൻ അർബൻ ഏരിയാസ് എന്ന് പറയുന്നത്. അടുത്തത് സ്കീം ഫോർ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്. ഇതും സെയിം ഇയറിൽ തന്നെ 1962 ദ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി ഇന്ത്യൻ ലേബർ കോൺഫറൻസ് formulated a scheme for organizing consumer stores among the industrial workers in the public and private undertaking employing 300 or more workers. അപ്പോൾ 62 ചൈന വാറിന് ശേഷം അല്ലെങ്കിൽ ചൈന ആക്രമണത്തിന് ശേഷം ആ സമയത്ത് തന്നെയാണ് ഈ രണ്ടാമത്തെ സ്കീമും ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്നത്. അപ്പം ഇത് പ്രൈവറ്റ് ഓർഗനൈസേഷന് മാത്രമല്ല, പ്രൈവറ്റ് ആൻഡ് പബ്ലിക് അണ്ടർടേക്കിങ്സ്, പക്ഷേ അവിടെയുള്ള നിബന്ധന 300 അതിൽ കൂടുതലോ വർക്കേഴ്സിനെ എംപ്ലോയ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനിൽ
ഇന്ത്യൻ ലേബർ കോൺഫറൻസിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻ്റ് ആണ് ഇത്തരത്തിലുള്ള ഒരു സ്കീം അനൗൺസ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദിസ് സ്കീം, ദി എംപ്ലോയേഴ്സ് ഹാവ് ടു ഗിവ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു സച്ച് കൺസ്യൂമർ സ്റ്റോർസ്. അപ്പോൾ ഫുള്ളി ഗവൺമെൻറ് ഫണ്ടഡ് അല്ല, അതിൽ ഇത്തരത്തിലുള്ള കൺസ്യൂമർ സ്റ്റോറുകളിൽ എംപ്ലോയേഴ്സ്, ഈ സ്ഥാപനങ്ങളുടെ എംപ്ലോയേഴ്സ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. അടുത്തത് സ്കീം ഫോർ ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. ദാറ്റ് ഈസ് ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ organized under this scheme a wholesale store for the government employees working in the city of New Delhi. ആദ്യമായിട്ട് പരീക്ഷണാർത്ഥം ഇത്തരത്തിൽ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഹോം അഫയേഴ്സ് മിനിസ്ട്രിയാണ് ഇങ്ങനെയൊരു സ്കീം ഓർഗനൈസ് ചെയ്തത്. അങ്ങനെ ഈ ഒരു ഹോൾസെയിൽ സ്റ്റോറിന് അറൗണ്ട് 31 ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഇറ്റ് വാസ് എ ഗ്രാൻഡ് സക്സസ്, അതൊരു വലിയ വിജയം തന്നെയായിരുന്നു. ആൻഡ് ഈ ഒരു സക്സസ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മറ്റുള്ള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ എംപ്ലോയീസും ഇതുപോലെയുള്ള കൺസ്യൂമർ സ്റ്റോർസൊക്കെ ഫോം ചെയ്യുകയുണ്ടായി. അതിന് എക്സാമ്പിളാണ് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, LIC, റിസർവ് ബാങ്ക്, റെയിൽവേസ്, ഇതുപോലെയുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ഓർഗനൈസേഷൻസ്, ഇവരെല്ലാം തന്നെ ഇത്തരത്തിൽ കൺസ്യൂമർ സ്റ്റോർസ് ഫോർമുലേറ്റ് ചെയ്യുകയുണ്ടായി. അടുത്തത് സ്കീം ഫോർ റൂറൽ പോപ്പുലേഷനാണ്. ഇറ്റ് വാസ് കൺസിഡേർഡ് ഡിഫിക്കൽട്ട് ടു ഓർഗനൈസ് ഫുൾ ഫ്ലെഡ്ജ്ഡ് കൺസ്യൂമർ സ്റ്റോർസ് ഇൻ റൂറൽ ഏരിയ. കാരണം പോപ്പുലേഷൻ ഡെൻസിറ്റി തന്നെയാവാം. ആസ് റെക്കമെൻഡഡ് ബൈ ദി കമ്മിറ്റി ഓൺ കൺസ്യൂമർ കോപ്പറേറ്റീവ്, ഇറ്റ് വാസ് ഡിസൈഡഡ് ദാറ്റ് ദി കൺസ്യൂമർ ആക്ടിവിറ്റി ഇൻ ദി റൂറൽ ഏരിയാസ് ഷുഡ് ബി കമ്പൈൻഡ് വിത്ത് ദി ഫങ്ഷൻസ് ഓഫ് ദി സർവീസ് കോപ്പറേറ്റീവ്സ്. ഓൾറെഡി ഈ റൂറൽ ഏരിയയിലൊക്കെ സർവീസ് കോപ്പറേറ്റീവ്സ് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അല്ലെങ്കിൽ അതുമായി കമ്പൈൻ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഫോം ചെയ്യാനുള്ള ഒരു റെക്കമെൻഡേഷനാണ് കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. അതുപോലെ ഇറ്റ് വാസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ദിസ് വുഡ് ഹെൽപ്പ് ടു കട്ട് ഡൗൺ ദി എക്സ്പെൻസസ് ഓൺ ദി സ്റ്റാഫ് അക്കോമഡേഷൻ ആൻഡ് ഗോഡൗൺ ഫെസിലിറ്റീസ്. ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള കൺസ്യൂമർ സ്റ്റോർസ് സ്റ്റാഫിൻ്റെ എക്സ്പെൻസസ്, അതുപോലെ അവരുടെ അക്കോമഡേഷൻ, ഗോഡൗൺ ഫെസിലിറ്റീസ്, ഇതെല്ലാം തന്നെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതായിരുന്നു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ. ആൻഡ് ഇൻ ദി ഇയർ 1962 about 15,000 സർവീസ് സൊസൈറ്റീസ് വെർ സപ്ലൈയിങ് കൺസ്യൂമർ ഗുഡ്സ് ടു ദെയർ മെമ്പേഴ്സ്. അപ്പം നേരത്തെ പറഞ്ഞു, ഇത്തരത്തിൽ റൂറൽ ഏരിയയിൽ എല്ലായിടത്തും ഒരു ഫുൾ ഫ്ലെഡ്ജ് കൺസ്യൂമർ സ്റ്റോർ ഓപ്പൺ ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അണ്ടറിലാണ് ഇത്തരത്തിലുള്ള കൺസ്യൂമർ സ്റ്റോർസ് കൊണ്ടുവന്നിട്ടുള്ളത്. 1962 അബൌട്ട് 15,000 സർവീസ് സൊസൈറ്റീസ് ഇത്തരത്തിൽ കൺസ്യൂമർ ഗുഡ്സ് അവരുടെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുകയുണ്ടായി. ആൻഡ് ബൈ ദി എൻഡ് ഓഫ് 1969 to 70 ഫോം ചെയ്തിട്ട് ഒരു 10 വർഷം ആവുന്നതിന് മുമ്പ് തന്നെ ദർ സെയിൽസ് ടേൺ ഓവർ റോസ് ടു ₹224 crores. അത് തന്നെയായിരുന്നു ഈ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കൺസ്യൂമർ സ്റ്റോഴ്സിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നതും.